നമ്മോടൊപ്പം ഉള്ളത് ഗിരിരാജൻ മാഷാണ്. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത കായികാധ്യാപകനാണ്. അദ്ദേഹം അയൽവാസിയാണ്. അദ്ദേഹമാണ് നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതിനെ പറ്റി വിവരം നൽകിയതും മറ്റും. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഒരു വർഷം മുമ്പ് നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു രാജസ്ഥാൻ വരെ. അപ്പോൾ അന്നത്തെ ആൾക്കാരെ കൂട്ടിയിട്ട് ഒരു യാത്ര പോവാണ്. നൈസ്, വലിയ യാത്ര എന്നല്ല. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു, 4:10. 4:10 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു യാത്ര പോവാണ്. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ യാത്ര എന്നല്ല, നമുക്ക് 2 സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. അപ്പം അവിടേക്ക് നമ്മൾ പോവാണ്. നമ്മൾ വൈകാതെ അവിടെ എത്തും. ഇനി ബാക്കി അവർ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ പറയാം. ഓക്കെ, നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ ആളെ പിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കണു. ഇനി അടുത്ത ആളെ ഇതാ എടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത ആള്, നിങ്ങൾക്ക് ആളെ കണ്ട് പരിചയം ഉണ്ടാവും. എനിവേ, നമ്മളതാ അടുത്ത ആളെയും കൂടെ വണ്ടി കയറ്റിയിട്ടുണ്ട്. ഇവിടെ കാലിയാണ്, അടുത്ത ആളും കൂടെ കയറാനുണ്ട്. ഇതാ ഗിരീഷ് മാഷാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണത്. എനിവേ, വഴിയെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അവിടെ ഇരിക്കുന്നുണ്ട്. എനിവേ, ഇനി നമുക്ക് വഴിയെ കാണാം. ഇത് ഷാനവാസ് മാഷ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ബാക്കിലിരിക്കണ ഇത് ഷാനവാസ് മാഷ്, സുബീം മാഷ്, മുസ്തഫ മാഷ്. ഇതാ വണ്ടി ഓടിക്കണു ഗിരീഷ് മാഷ്. അതാ നമ്മള് എഗെയിൻ ഒരു വർഷത്തിന്റെ നമ്മളിപ്പോ നെല്ലിപ്പുഴയാണുള്ളത്. സോറി, കരിമ്പുഴ പാലം നിറഞ്ഞൊഴുകാണ്. എനിവേ, നമ്മളെന്തായാലും ഒരു വർഷം ഏകദേശം ആകാറായി അല്ലേ മാഷെ? ഏകദേശം നമ്മൾ ഒരു വർഷം ആവാറായി. അതിന്റെ ശേഷമാണ് ഇതാ ഞങ്ങൾ ഈ ടീം വീണ്ടും മീറ്റ് ചെയ്യണത്. അപ്പോൾ രക്ഷയില്ല. ഈ തോട്ടര കത്തി എന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞങ്ങള്. എന്താണ് ഈ തോട്ടര കത്തി? നിങ്ങളാണ് ഈ ഭാഗത്ത് ആ തോട്ടര കത്തി ഉണ്ടാക്കുന്നതിൽ കുറച്ച് പഴക്കം ചെന്ന ആള് പറയണ്ടായി. നമ്മുടെ അച്ഛൻ ഉണ്ടായിരുന്നു, അയ്യപ്പൻ. അവരായിട്ട് ഉണ്ടാക്കിയ പേരാണ് ഇപ്പോൾ അത്. പിന്നെ ഞാൻ അങ്ങനെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാ അപ്പൊ അതിന്റെ നിർമ്മാണമൊക്കെ? നിർമ്മാണം അതിനുള്ള മെറ്റൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മൾ തീയിലിട്ട് അടിച്ച് ശരിയാക്കിയിട്ടുള്ള പരിപാടികൾ. ഈ പ്രധാനമായിട്ടും ഈ കറിക്ക് അരിയാൻ, അതായത് ഈ ദഹനപ്പണിക്കുള്ള ആളുകളാണല്ലോ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അവർ ഇത് തന്നെയാണ് തേടി വരാറുള്ളത്. അപ്പോ അവർ പറയാറുള്ളത് ഇത് മൂർച്ച പ്രത്യേകിച്ച് വെപ്പിക്കേണ്ട ആവശ്യമില്ല, മൂർച്ച ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതൊരു സൈസ് വാൾത്തൈഡാണത്. അതിവിടെ ഒറ്റപ്പാലം മീറ്റിനയിൽ പോയിട്ടാണ് വാങ്ങിയിട്ട് വരവ്. ആ സാധനം കൊണ്ടാണ് ഇപ്പോൾ അത് ഉണ്ടാക്കുന്നത്. പണ്ട് കാലം മുതൽ ഇത് ആരൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്, കൊണ്ടുവരുന്നത്? മുമ്പ് ഇത് പിന്നെ ഈ കരിക്കറ്റിയെക്കാട്ടിലും മടക്ക് കത്തിക്കാറുണ്ട് ആവശ്യക്കാർ. അതൊക്കെ ഈ ജാസ്തി നമ്പൂരിമാര് പീച്ചാങ്കത്തി എന്ന് പറയുന്നത്. മടക്ക് കയറ്റി. അപ്പൊ അവര് കൊണ്ടുവരുന്നു. അതെ. ശരി, അവര് അടയ്ക്ക ശരിയാക്കാൻ. അത് അച്ഛനുള്ള കാലത്ത് മംഗലാപുരം വരേക്കൊക്കെ ആൾക്കാർ അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. മംഗലാപുരം വരേക്ക് വന്നിട്ടുണ്ട് അവിടെ നിങ്ങള്? ഓ ശരി. ചില എമ്പ്രാന്തിരിമാര്. ഇപ്പോ അതിന്റെ ഒരു വിപണി ഇല്ലേ? ഇത് മടക്ക് കയറ്റി ഉണ്ട്, ഇവിടെ ഉണ്ട്. ഞാൻ അപ്പൊ അത് അധികം അങ്ങനെ ഏൽക്കലില്ല. അപ്പൊ ഈ മടക്ക് കയറ്റി, ഈ കറക്കറ്റി അത് പിന്നെ ചെയ്തു. പിന്നെ എനിക്ക് ഈ കഥകളി ഐറ്റംസിന്റെ കുറെ പണികളുണ്ട്. കഥകളി കോപ്പ്. അതിന് പുരസ്കാരം കിട്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ. ഓ ശരി. കരകൗശല പുരസ്കാരം അല്ലേ? അതെ. അത് ശരി. കഥകളിയുടെ എന്തൊക്കെ കോപ്പുകളാണ് ഉണ്ടാക്കാറുള്ളത്? കഥകളിയുടെ അത് അവിടെ ഒരു പത്രം ഇരിപ്പുണ്ട് നിങ്ങളുടെ തലയുടെ മേലെ. മറ്റേ കഥകളിക്ക് നഖങ്ങളുണ്ടല്ലോ, നഖം. പിന്നെ സ്ത്രീവേഷത്തിന് ഉപയോഗിക്കുന്ന കുറുനര, പിന്നെ കൃഷ്ണന്റെ കിരീടം, അതിന്റെ ആ ഫോട്ടത്തിൽ ഉണ്ടാവും കയ്യില്. അത് അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ അതൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അതെ. ഓക്കെ. പിന്നെ ഇപ്പോ ഇത് മക്കളാരെങ്കിലും ഇത് ഒപ്പം ചെയ്യുന്നുണ്ടോ? ഒപ്പം ചെയ്യാൻ ഈ കഥകളി ഐറ്റംസിന്റെ ചില ഭാഗങ്ങൾ ഇപ്പൊ അവൻ അങ്ങനെ വേറൊരു ജോലിയിലാണ് ഇപ്പോൾ. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മൾട്ടിപർപ്പസ്. അങ്ങനെയാണ്. അത് ശരി. ഇത് ഒരു കത്തിയൊക്കെ സാധാരണഗതിയിൽ എത്ര താമസം എടുക്കാറുണ്ട് ഉണ്ടാക്കാൻ? ഇത് ഈ കറിക്കത്തി 4-5 മണിക്കൂർ. 4-5 മണിക്കൂർ വരും. മറ്റേ കത്തി 1-1.5 ദിവസം വരും. മടക്ക് കത്തിക്ക് ഇപ്പോഴും പണ്ടത്തെ പോലെ ആൾക്കാരുണ്ടോ? ആൾക്കാരൊക്കെ ആവശ്യപ്പെടുന്നവരുണ്ട്, ഓർഡർ കിട്ടാറുണ്ട്. പിന്നെ ഇപ്പൊ ഈ മാൻകൊമ്പ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. മുംബൈയിലൊന്നും വിഷമമുണ്ടായിരുന്നില്ല.
ഫോറസ്റ്റിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അല്ലേ? മുമ്പ് അതിലായിരുന്നു ആ കത്തിയുടെ പിടി അല്ലേ? അതെ അതെ, മരമല്ല, മരം എപ്പോഴും അല്ല. ഇപ്പൊ ഈ കറിക്കത്തിലത് മരമല്ല, അത് ഫൈബർ ഒരു സാധനമാണ്, കോയമ്പത്തൂരിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതെവിടെയാണ് സാധാരണഗതിയിൽ ഈ കത്തി വിപണി കാണാറുള്ളത്? വിപണി എനിക്ക് മുഴുക്ക ഇവിടെ ഓർഡർ വരവ് തന്നെയാണ്. ഓർഡർ വരാറുണ്ട്. പിന്നെ കുറെ ദൂരത്തുനിന്ന് ഈ മൊബൈലിൽ ഇതൊക്കെ കണ്ടിട്ടേ, തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ, പറഞ്ഞില്ല എറണാകുളം, അവരൊക്കെ ആവശ്യപ്പെട്ടിട്ട് എഴുതലും പൈസ അയച്ചു തരലൊക്കെ ഉണ്ട്. അപ്പോൾ കൊറിയറിൽ അയച്ചു കൊടുക്കുകയാണ്. സാധാരണ ഒരു കരിക്കത്തി എത്ര വില വരാറുണ്ട്? അത് 450 രൂപ. അതൊരിക്കലും ഒരു കൂടുതലേ അല്ല അല്ലേ? ഞാൻ തന്നെ ഇപ്പോ കഴിഞ്ഞ വർഷം കൊണ്ടുപോയതാണ്. ഇപ്പൊ അതിപ്പോ 2 ദിവസം കൊണ്ട് 3 എണ്ണം ഉണ്ടാവും. അത്രേ ഉണ്ടാക്കാൻ കഴിയാറുള്ളൂ അല്ലേ? ഒരു 4-5 മണിക്കൂർ ഒരെണ്ണത്തിന് തന്നെ പണി വരും. അതിലിപ്പോ ഒട്ടും മുതലാവാത്ത പരിസ്ഥിതിയാണ് ഇപ്പോൾ. മറ്റേ മെറ്റലിന് ക്ഷാമമൊന്നുമില്ല അല്ലേ? മെറ്റലിന് ക്ഷാമം ഇപ്പൊ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് കുളപ്പുള്ളി ഒരു ഭാഗത്തു നിന്നാണ്. അപ്പൊ ഈ മീറ്റിനേൽ ഇത് എടുക്കുന്ന സ്ഥലത്തിന് മെറ്റലിന് വില കൂടുതലാന്ന് പറഞ്ഞിട്ട് അവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. റോളായിട്ട് വാങ്ങണം അവര്. അത് ഗുജറാത്തിൽ നിന്ന് ഇവിടുന്നൊക്കെ പാർസൽ വരെയാണ് ഇവർക്ക്. സ്റ്റീലാണോ അത്? അല്ലല്ല, ഇരുമ്പ് തന്നെയാണ്. സ്റ്റീലാണെങ്കിൽ മൂർച്ച കിട്ടില്ല. അത് പിന്നെ ഇതിന് പൊതുവേ ഒരു ടെമ്പർ ഉണ്ടാവും, ഒന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ. പിന്നെ നമ്മൾ തീയിലിട്ട് കാച്ചിട്ട് അതിനൊക്കെ വെട്ടി രൂപപ്പെടുത്തി കാച്ചി അടിച്ച് അങ്ങനെ പിന്നെ ടെമ്പർ ചെയ്യും. ഓയിൽ ടെമ്പർ ചെയ്യും. അവിടെ ദൂരദേശങ്ങളിലേക്കൊക്കെ നന്നായിട്ട് കത്തിപ്പോ ആവശ്യക്കാരുണ്ടാവാറുണ്ട്. ഈ കാറ്ററിംഗുകാരൊക്കെ പ്രധാനമായിട്ടും ഞങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്, അവരുടെയൊക്കെ കയ്യിൽ ഈ കത്തിയാവും ഉണ്ടാവാറുള്ളത്. എവിടെ നാട്? എൻ്റെ വീട് ഇവിടെ കുലിക്കിലിയാടാ, കോട്ടപ്പുറം. ഇത്ര അടുത്താണ്. അവിടെ ഒരു രാധാകൃഷ്ണൻ എന്നാ പറഞ്ഞിട്ട് കോട്ടപ്പുറത്തേന് ചങ്ങാതി വരവുണ്ടാകും. ദഹനക്കാരനാണ്. അറിയോ? അറിയാം. അവരുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ കഴിഞ്ഞ കൊല്ലം 2 കത്തി ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. വീട്ടിൽ പോയില്ല? അല്ല, ഞാൻ കുണ്ടൂർക്കുന്നാണ്. ആദ്യം നമ്മുടെ പച്ചായി അമ്പലത്തിൽ നിന്ന് 2012 കിട്ടിയതാണ് പ്രശസ്തി. ഇതൊരു പ്രശസ്തി പത്രമാണ്. അലിക്കിടാളെന്നാണ്. അത് ഇരിഞ്ഞാലക്കുടയിലത്തെ കലാനിലയം എന്നുള്ളതാണ്. ഇതിൽ ശകലാസ് പുതിയാത്തതാണ്. ഇതിന്റെ പണി തന്നെ അവർ പകുതിയേ ചെയ്തിട്ടുള്ളൂ. ഇതിലൊക്കെ പണിയുണ്ടായി. പിന്നെ അരിക്ക് വെച്ചിട്ടാവാന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ രൂപത്തിലുള്ള ഒരു സംഭവമാണ് കേട്ടോ പുള്ളി. ഇതിൻ്റെ ഇങ്ങനെയാണ് ശരിക്കും അത് ഉണ്ടാവുക. അതാണ് നമ്മൾ ആ വർക്ക് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല. ആ സാധനമാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള പുള്ളിയുടെ ഫോണിലുള്ള ഒരു സംഭവം നമുക്ക് കാണിച്ചു തന്നതാണ്. ഇനി നമ്മൾ ആ കത്തി കാണാൻ വേണ്ടി പോട്ടെ. ആ കത്തി ഉണ്ടാക്കുന്ന സ്ഥലം, അതായത് അവരുടെ പണിപ്പുര, അതാണ് ഈ കാണുന്നത്, അവരുടെ ആല. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ കത്തി വാങ്ങി ഉപയോഗിച്ച ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾ കമൻ്റ് ഇടുക. ഉപയോഗിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ എന്തായാലും ഇതിൽ കമൻ്റ് ഇടണേ, മറക്കരുത്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതറിയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. എന്തായാലും നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. പിടിയിട്ടിട്ടില്ല, പിടിയിടാൻ പോണേ ഉള്ളൂ. ഇത് എടുക്കാൻ പറ്റും, ഈ എഴുത്ത് വേണ്ട ഇൻസ്ക്രിപ്ഷൻ. ഇതാണ് ഇവർ നിർമ്മിക്കുന്ന കത്തിയിലെല്ലാം തന്നെ ഇവരുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. അതായത് ഇവരുടെ ഒരു ട്രേഡ് മാർക്ക്, മെയ്ഡ് ബൈ കുഞ്ഞൻ, തോട്ടര കുഞ്ഞൻ എന്ന് ഉണ്ട്. അതായത് ഇവരാണ് ഇത് നിർമ്മിച്ചത് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി. മറ്റ് കത്തികളിലൊന്നും സാധാരണഗതിയിൽ കരിക്കത്തിയിൽ നമ്മൾ കാണാറില്ല അങ്ങനെ. എന്നാൽ ഇതിൽ ഇവർ നിർമ്മിക്കുന്ന ഇത്തരം കത്തികളിൽ അവരുടെ പേര് അവർ കൊത്തി വെക്കാറുണ്ട്, പിടിവെക്കാൻ. ഫൈബറാണ് അല്ലേ? പിന്നെ അതിൻ്റെ പുറത്തു കൂടെ പിച്ചളയുടെ ചുറ്റും
ഇതിൽ ഇങ്ങനെയുള്ള ഇതുകൾ വയ്ക്കും, ഇങ്ങനെയുള്ള ഒക്കെ. എന്നിട്ട് ഇതിൽ ഇങ്ങനെ പിടിവെക്കി വെച്ചിട്ടാണല്ലോ. അതെ അതെ, അപ്പുറം അപ്പുറം വെക്കുക. അതെ അല്ലേ. ഓർഡറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലേ ഫോൺ നമ്പർ ഒന്ന് പറയോ? പറയാം, പറഞ്ഞോളൂ. 98 46 35 47 13. ഓക്കെ, ഒന്നും കൂടി ഒന്ന് പറയോ? 98 46 35 47 13. ഓക്കെ, ഗിരിരാജമാഷാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കായിക അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്ത മാഷാണ് നമുക്കിതിനെ പറ്റിയിട്ടുള്ള ഒരു വിവരണം ഒക്കെ മുൻപ് തന്നത്. അപ്പോൾ ഇതൊന്ന് പകർത്തണം എന്ന് തോന്നി, അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. ഗിരിരാജ മാഷോട് ചോദിക്കാം എന്താണ് ഈ തോട്ടര കത്തി എന്നുള്ളതും അതിൻ്റെ പ്രശസ്തി എന്താണ്, മൂർച്ച എന്താണെന്നുള്ളതൊക്കെ. നല്ല കത്തിയാണ്. തോട്ടര കത്തി എന്നാണ് ശരിക്ക് മുമ്പ് എല്ലാവരും പറഞ്ഞത്. ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ തന്നെ ഞങ്ങൾക്ക് ഇത് നമ്മുടെ വീട്ടുകാർ കാരണന്മാരെല്ലാവരും നന്നായിട്ട് പറയാറുണ്ട്. പിന്നെ ഞാൻ തന്നെ ഇവിടുന്ന് ഈ ദഹനം, പിന്നെ കലാകാരന്മാർ, മാക്സിമം തിരുമേനിമാർ ഈ മുറുക്കാൻ കത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് തന്നെ ഇത് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി ഏർപ്പാട് ചെയ്യാറുണ്ട്. ഈ കഥകളിക്കോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ അവർക്ക് ആവശ്യമുള്ള നഖം ഇവിടെ വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. പിന്നെ പച്ചായിൽ കഥകളി ഉണ്ടാകുന്ന ടൈമിൽ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഈ നഖത്തിന് ഓർഡർ ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യം. കഥകളി കോപ്പിൻ്റെ സ്റ്റാർട്ടിങ് ആരംഭം ഇവിടെ കയ്യണ്ടം നീലകണ്ഠൻ എന്ന് പറഞ്ഞൊരാളുണ്ട്, ചുട്ടിക്കാരനാണ്. അയാൾ മുഖേനയാണ് ഈ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ച് സാമ്പിൾ കൊണ്ടുവന്നത്. അതും മുതൽക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ്. അതിനുശേഷം കലാമണ്ഡലത്തിലേക്ക് തന്നെ ഓറിയൻ്റ് ആയി കൊടുത്തിട്ടുണ്ട് ശിവരാമൻ മുഖേന. ഈ ചുട്ടിക്കാരനാണ് അയാൾ. പിന്നെ കലാനിലയത്തിലേക്ക് കൊടുക്കലുണ്ട് ഇരിഞ്ഞാലക്കുട. പിന്നെ ഗുരുവായൂർ കൃഷ്ണാട്ടത്തിന് ആവശ്യമുള്ള മറ്റേ ഈ സ്റ്റീലിൻ്റെ ഐറ്റംസ്, കൃഷ്ണമുടികളും ഈ കുറുനരിയും അതും ഇതൊക്കെ അവിടെ ഉണ്ടായിക്കൊടുത്തു. അങ്ങനെ പിന്നെ പല ചുട്ടിക്കാരും ഓർഡർ ചെയ്യലുണ്ട്. അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണു. എനിവേ, എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ, ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാ അച്ഛനും അമ്മയും അവിടെ നമ്മളെ യാത്രയാക്കി തിരിച്ച് കയറുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. നമുക്ക് മാഷ്ടെ ഈ സപ്പോർട്ട് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പോരാത്തന്നെ ഇതാ ഇതിനെപ്പറ്റി ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഇതായി നിൽക്കുന്നത്, കൂട്ടത്തിൽ ഗിരിരാജ മാഷ്. നെക്സ്റ്റ് അഴിയന്നൂർ ദോശ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ മാഷേനെ വിളിച്ചു. അപ്പോൾ മാഷ്ക്ക് വരാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, മാഷ് വോളിബോൾ പ്ലെയറാണ്. സോ മാഷ് അത് കഴിച്ചിട്ടാണെങ്കിൽ ഒരു 25 ദോശയൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ വന്നേനെ. പക്ഷേ മാഷ്ക്ക് ഇപ്പോൾ സമയമില്ല. എനിവേ, താങ്ക് യു മാഷേ, നന്ദി. ഓക്കെ.